1996 ഞാൻ ഈ നിയമസഭയിലേക്ക് ആദ്യമായിട്ട് വന്നത്. ഏകദേശം 23 വർഷം ഈ നിയമസഭയിൽ അംഗമായി ഇരിക്കാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഇപ്പോൾ ഈ തവണ ഈ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും നിർബന്ധമായിട്ടും രാജിവെക്കേണ്ടതുണ്ട്. ഇന്ന് 3 മണിക്ക് മന്ത്രിസ്ഥാനം രാജിവെച്ചതായിട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടായി. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കും MLA സ്ഥാനം രാജിവെച്ചതായിട്ടുള്ള കത്തും നൽകിയിരുന്നു. നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ ഉത്തരവാദിത്വം നിറവേറ്റാനല്ലേ പോകുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ കഴിവിനനുസരിച്ച്. പാർലമെൻറ്റിലെത്തുമ്പോഴും നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അതാണത് സംബന്ധിച്ചത്. അതെ, ആദ്യമായിട്ട് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതാണ്. 96 ആദ്യമായിട്ട് മന്ത്രിയായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷമാണ് MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. പിന്നെ 2001 ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും പ്രതിപക്ഷ ചീഫ് ആവുകയും ചെയ്തു. 2006 12ാം നിയമസഭയിൽ ഈ സഭയിൽ സ്പീക്കറായിരിക്കാനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ 2011 വിജയിച്ചു. 2016 മത്സരിച്ചില്ല. 2021 വീണ്ടും മത്സരിച്ച് ജയിച്ചപ്പോൾ മന്ത്രിയായി. 3 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ വേണ്ടി പാർട്ടി എന്നെ നിയോഗിച്ചത്. അവിടുത്തെ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിലേക്ക് പോവുക എന്നുള്ള കടമ നിർവഹിക്കണം. അപ്പം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ചേലക്കരയിലെയും ജനങ്ങൾ എന്നെ ഇക്കാലം അത്രയും ഞാൻ മത്സരിച്ച ഒരു സമയത്ത് എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. അവരെല്ലാം എന്നെ വിജയിക്കുക. ചേലക്കരയിലെ ജനങ്ങളോട് വലിയ കടപ്പാടും നന്ദിയും എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ആലത്തൂർ ഇപ്പോൾ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആലത്തൂരും എന്നെ ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ അസംബ്ലി മണ്ഡലങ്ങളിലെ ജനവിഭാഗങ്ങളും വലിയ രീതിയിൽ എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും എക്കാലത്തും ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. തുടർന്നും ആ കടപ്പാടും നന്ദിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും.